ഹലോ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ റോ ഡേറ്റയെ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡേറ്റ എന്തൊക്കെയാണെന്ന് നോക്കുക. ഡേറ്റ നോക്കിയിട്ട് ഹയസ്റ്റ് സ്കോറും ലോവസ്റ്റ് സ്കോറും നമ്മൾ നോക്കുക. അത് വെച്ചിട്ട് വേണം നമുക്ക് ക്ലാസ് ഇൻ്റർവൽ ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 25 ഹയസ്റ്റ് ലോവസ്റ്റ് 3. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പോൾ 22നെ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് 10 ക്ലാസ് ഇൻ്റർവൽ എടുക്കാം. എങ്ങനെ വേണോ നമുക്ക് എടുക്കാം. 10 വേണമെങ്കിൽ എടുക്കാം, 5 വേണമെങ്കിലും എടുക്കാം. ക്ലാസ് ഇൻ്റർവൽ എടുക്കുമ്പോൾ 0 to 5 എടുക്കാം, അല്ലെങ്കിൽ 0 to 10 എടുക്കാം. അങ്ങനെ വേണം നമുക്ക് ഫീസിലോ. ഒത്തിരി ലെങ്തി ആയി പോകരുത്, ഒത്തിരി ഷോർട്ടും ആയി പോകരുത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 ആൻഡ് 25 to 30 എന്ന റേഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇതിൻ്റെ അപ്പർ ലിമിറ്റും ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവലിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത സെക്കൻഡിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആയിരിക്കണം. ആ രീതിയിൽ നമുക്ക് ക്ലാസ് എഴുതാവും, ഇൻ്റർവൽ എഴുതാവും. ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? 5 ആണ്. ഇവിടെയും 5 ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോവർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും സെയിം ആയിട്ട് നമുക്ക് എടുക്കാവും. ഡിഫറെൻ്റ് ആയിട്ട് എടുത്താൽ വാല്യൂവിൽ ചേഞ്ചസ് വരും. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മളതിനെ സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാലി മാർക്ക്, അതായത് 0 to 5 എത്ര നമ്പേഴ്സ് ഉണ്ട് അതാണ് ടാലി മാർക്ക് വയ്ക്കുക. അത് എത്ര എണ്ണം ഉണ്ട് അതിവിടെ ഫ്രീക്വൻസി എഴുതുക. അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് നോക്കി 20 കിടപ്പുണ്ട്. ഈ 20 എഴുതേണ്ടത് ഈ ക്ലാസ്സിലാണ്. ഏതാണ്? 20 to 25 അതായത് നമ്മൾ 15 to 20 എന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്പേഴ്സ് ഏതൊക്കെയേ വരത്തുള്ളൂ? 15, 16, 17, 18 ആൻഡ് 19. 20 വരുമ്പോൾ ഇപ്പുറത്താണ് വരുന്നത്. 20 വരുന്നത് ഏതാണ്? ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റിൻ്റെ സെക്കൻഡ് ഡിജിറ്റ്. 25 ആണെങ്കിൽ 24th വരെ നമ്മളിവിടെ എഴുതാറുള്ളൂ. അത് വേണം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എഴുതി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യണം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി അനാലിസിസ് കംപ്ലീറ്റ് നമുക്ക് മിസ്റ്റേക്സ് വരും. ഓക്കെ, ഇതാദ്യം ശ്രദ്ധിച്ച് ടേബിൾ ഫോം ചെയ്യുക.